ഇന്നലെ പ്രാർത്ഥനയുടെ സമയത്ത് പലപ്പോഴും ഈ ടി വിയിലും ഇൻ്റർനെറ്റിലുമൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേക പ്രാർത്ഥനയിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വീഴുകയൊക്കെ ചെയ്യുമ്പോൾ ഇതെന്താണെന്നൊക്കെ വളരെ സംശയത്തോടെ വീക്ഷിച്ചിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പം എനിക്കും അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചു. ഒരു പക്ഷേ സംശയത്തോടെ ആയിരുന്നു. ഇന്നലെ ദൈവം എനിക്കതൊരു വലിയ അനുഭവമായിട്ട് ഭാരമില്ലാത്തൊരവസ്ഥ തോന്നുകയും പെട്ടെന്ന് ഞാൻ തലയിലേക്ക് വീഴ്ന്നു പോവുകയും ചെയ്യുന്നൊരവസ്ഥ സന്തോഷത്തോടെ ദൈവം തന്ന ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് എൻ്റെ ജീവിതത്തിൽ നല്ലൊരു വലിയൊരു ഭാഗ്യം കിട്ടിയതായിട്ട് ഞാൻ ആ ഒരു അനുഭവത്തെ മനസ്സിലാക്കുന്നു. ഒന്ന് രണ്ട് ബോധ്യങ്ങൾ ബ്രദർ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയതൊന്ന്, മാനുഷികമായിട്ടുള്ള അറിവിൽ പിശാച് വലിയ ഒരു ശക്തിയാണെന്നുള്ള ഒരു ഭയപ്പെടുത്തൽ പലപ്പോഴും യേശുവിനോടുള്ള വിശ്വാസത്തെക്കാളിലും അല്ലെങ്കിൽ അത്രത്തോളം തന്നെ ഒക്കെ തുല്യതയിൽ ഒരു പക്ഷേ പിശാചിൻ്റെ ശക്തിയെക്കുറിച്ചുമൊക്കെ ഇങ്ങനെ പർവ്വതീകരിച്ച് കാണിക്കുന്ന ഒരവസ്ഥ പലപ്പോഴും ജീവിതത്തിലുണ്ടായത് ബ്രദറിലൂടെ കേട്ട വചനത്തിൽ അത് ഒത്തിരി ബോധ്യമായി. പിശാചും എന്നെപ്പോലെ തന്നെ ഒരു സൃഷ്ടി മാത്രമാണ്, സൃഷ്ടാവല്ല. അപ്പോൾ ഞാൻ ഭയപ്പെടേണ്ടതായിട്ടില്ല, യേശു അതിനെ അതിജീവിച്ചവരാണെന്നുള്ളൊരു വലിയ ബോധ്യത്തിലേക്ക് എനിക്ക് ക്ലാസ്സിലൂടെ എത്തിച്ചേരാൻ സാധിച്ചു. മറ്റൊന്ന് പ്രത്യേകമായിട്ടും അജ്ഞതയിൽ വളരാനായിട്ട് ഒരു ഡിസിപ്ലിൻ വളരെ അത്യാവശ്യമുള്ളൊരു സംഗതിയാണ്. മൂടി പതിച്ച് കിടന്നുറങ്ങുന്നതിൽ മറിച്ച് മസിൽ പിടിച്ച് എനിക്കത് നേടിയേ പറ്റൂ എന്നുള്ള ആ ഒരു തീക്ഷ്ണതയോടുകൂടി അത് രാവിലെ ഉണരുവാനും വചന തീക്ഷ്ണതയോട് വായിക്കുവാനും ഒക്കെയുള്ള ഒരു സമയത്തിൽ എനിക്കത് ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നീട് എപ്പോഴോ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവ് അത് നേടിയെടുത്തേ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു ബോധ്യത്തിലേക്കൊക്കെ എത്തിച്ചേരുവാനായിട്ടൊക്കെ ബ്രദറിനെ ക്ലാസ്സിലൂടെ ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്.